അതിരുകൾ മായ്ച്ച സ്നേഹത്തിന്റെ സംഗമവേദിയായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഇഫ്താർ വിരുന്ന്. കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ രാഷ്ട്രീയ, സാംസ്കാരിക, വ്യാവസായിക രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിച്ചു. കഠിനമായ വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ നേടിയെടുക്കുന്ന ആത്മസംസ്കരണം സമൂഹത്തിലെ സാഹോദര്യം നിലനിർത്താൻ സഹായിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ.എം.ആർ തയ്യാറാക്കിയ വാർത്ത കാണാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് കോഴിക്കോട് നടന്നു. നിരവധി പ്രമുഖരാണ്. പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ ഉന്നതതല നേതാക്കൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമുദായിക നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ ചേരുന്നു. ഇത്തവണയും അങ്ങ് ഇഫ്താർ കോഴിക്കോട് തന്നെയാണ് നടത്തിയത്. എന്തായിരിക്കും കോഴിക്കോട് എന്നുള്ളൊരു? ഞാൻ പണ്ട് മുതലേ കോഴിക്കോട് നടത്താറുണ്ട്. മലബാറിന്റെ ആസ്ഥാനം കൂടിയാണ് കോഴിക്കോട്. പിന്നെ ഈ നോമ്പ് കാലത്ത് പലർക്കും യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മുതിർന്ന പ്രായമായ ആളുകൾക്ക്. ഇത് എല്ലാവരുടെ ഒരു അനുഗ്രഹമല്ലേ. എല്ലാവരും ഒരുമിച്ച് കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ദിവസം ഒരു വൈകുന്നേരം പങ്കുവയ്ക്കുന്നു. നോമ്പ് കാലമാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നവീകരണത്തിൻ്റെ വേളയാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നൊരു കാലത്താണ്. ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് സൗഹൃദങ്ങൾ പങ്കിടുക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു മെസ്സേജാണ്. അതിവിടെ ഉണ്ടായി. എനിക്കതാണ് ഏറ്റവും സന്തോഷം. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നഗരം കൂടിയാണ് കോഴിക്കോട്. ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു നഗരം കൂടിയാണ്. ഈ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ആളുകളറിയാം. ഈ ജില്ലയ്ക്ക് സമീപമുള്ള ജില്ലകളുമായിട്ടും വലിയ ബന്ധമുണ്ട്. എല്ലാവരും വന്ന് അവരുടെ സാന്നിധ്യം കൊണ്ട് വളരെ നന്നായി അനുഗ്രഹിച്ചു. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് പല കാരണങ്ങൾ കൊണ്ട് വരാതെ പോയത്. അവരെല്ലാം അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. തീർച്ചയായിട്ടും രണ്ട് കാര്യമാണ്. ഒന്ന്, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളെത്തി. മറ്റൊന്ന്, മഴ ചെറിയൊരു വെല്ലുവിളിയായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ മഴ ഒന്ന് വിരുന്നുകാരനെ പോലെ വന്നുപോയി. ചെറുതായിട്ടൊന്ന് ചാറി. പക്ഷേ അത് ഞങ്ങൾ ഓപ്പൺ എയറിലാണ് വെച്ചിരുന്നത്. വേണമെങ്കിൽ മഴയ്ക്ക് ഇത് മുഴുവൻ വഷളാക്കാമായിരുന്നു. പക്ഷെ മഴ ഒന്ന് മാറി നിന്ന് സഹായിച്ചു. സത്യമായിട്ട് അതെല്ലാവരുടെയും പ്രാർത്ഥനകളാണ്. മഴ പെയ്യുമെന്ന് സംശയം തോന്നിയ സമയത്ത് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മാത്രം പ്രാർത്ഥനയില്ല, എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുണ്ടായി, മഴ ഒന്ന് മാറിയിരിക്കണം. അതുപോലെ മഴ മാറിയെന്ന് സഹായിച്ചു. പെരുന്നാളാണ് വരാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സന്ദേശം എന്താണ് വിശ്വാസികൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഈ കഠിനമായ വ്രതാനുഷ്ഠാനമായിരുന്നു. കാരണം കൊടും ചൂടായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാൻ പറ്റാതെയാണ് ഈ വ്രതാനുഷ്ഠിച്ചത്. അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനമായി മാറണം. മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് നന്മയാണ്, കാരുണ്യമാണ്. ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതം കൂടിയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ സഹോദരന്മാർക്ക് ചെയ്യാൻ കഴിയും. അവർ അത് ചെയ്യട്ടെ, നല്ല മാതൃകകളാകട്ടെ. നമ്മുടെ സമൂഹത്തിലൊരു ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കാൻ അത് വലിയ കാരണമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നല്ല ഈ ഒരു ഐക്യം, ഈ ഒരു സാഹോദര്യം നിലനിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ആശംസിക്കുന്നത്. ഇവിടെ ജനപ്രതിനിധികളുണ്ടായിരുന്നു, MLA-മാരുണ്ടായിരുന്നു, MP-മാരുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഉന്നത നേതൃത്വങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കോഴിക്കോട് DCC-യാണ് ഇതിന് ഒരു ആതിഥേയത്വം വഹിച്ചത്. പ്രതിപക്ഷ നേതാവാണ് ആതിഥേയനെങ്കിലും ഇതിൻ്റെ ഒരു സംഘാടനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് കോഴിക്കോട് DCC കൂടിയാണ്. അതിനു പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ MP നവാസ് ഖനി അടക്കമുള്ളവർ ഇവിടെ അതിഥികളായി എത്തി എന്നുള്ളതാണ്. മറ്റ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ പോലുള്ള ആളുകൾ, വ്യവസായ പ്രമുഖരടക്കം ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധാരണക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ എത്തി എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഇഫ്താറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാമൂഹിക ജീവിതത്തിലെ മാലിന്യങ്ങൾ, വ്യക്തി ജീവിതത്തിലെ മാലിന്യങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാൻ കൂടിയുള്ള ഒരു അവസരമായിട്ട് പരിശുദ്ധ റമദാൻ നമുക്ക് കാണുവാൻ കഴിയും. അത് പങ്കുവെക്കുവാനുള്ള നല്ലൊരു അവസരമായി ഈ ഒരു വേദി മാറിയിരിക്കുകയാണ്, സദസ്സ് മാറിയിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KM.R, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.